എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയാണ് രാവിലെ ഇപ്പൊ തോർത്ത് കൊടുത്ത് എങ്ങോട്ടാന്ന് പോണല്ലേ? ഇവിടെ കുളമൊന്നുമില്ല കേട്ടോ. കുളത്തേക്കൊന്നല്ല, രാവിലെ കുളിച്ചാൻ നിന്നപ്പോഴാണ് ഒരു ചായ കുടിച്ചാലോ എന്ന് പൂതി. ക്യാൻറ്റീൻ അടച്ചേക്കണമെന്ന് അറിയില്ല, എങ്കിലും ഒരു ചായ നമ്മളെ മെഷീനെ വാ. പണ്ടത്തെ പോലെയല്ല, ചായ അറിയുമ്പത്തിന് ചായ ഇല്ലേ, കോഫി അറിയുമ്പത്തിന് കോഫി. അപ്പൊ ഒരു ചായയൊക്കെ എടുത്താണ്ട് നമ്മൾ ക്യാൻറ്റീൻക്ക് ഇങ്ങനെ നടന്നു നോക്കട്ടോ, എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും സേഫ് ആയിരിക്കട്ടെ. എല്ലാരും എന്താ പറയാ, എന്താ പറയാ, മരിച്ചവരെക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നവർക്കായിരിക്കും അതിന്റെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്യാൻറ്റീനിൽ ചെന്ന് നോക്കാം. ക്യാൻറ്റീനിൽ എന്താണ്, ക്യാൻറ്റീൻ അടച്ചിരിക്കണം. അപ്പൊ നമ്മളൊരു ആപ്പിൾ വാങ്ങിട്ടോ. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് തോർത്തുമുണ്ട് തോളിലിട്ടാണ്ട് ഇറങ്ങിയത്. കുളിച്ചാൽ വന്നപ്പോ നല്ല വിശപ്പ്. അപ്പൊ ഏതായാലും ഒരു ആപ്പിളും നമ്മളെ ചായ ഇട്ട കട്ടൻ ചായ എന്നല്ല, ഇതില് കട്ടൻ ചായ കിട്ടൂല, അപ്പൊ നമ്മള് സാധാ ചായ. അപ്പൊ ആ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനിയിപ്പോ ഏതായാലും നേരെ ബഗ്ഗുകൾ എഴുതിയിട്ട് ഓടിപ്പോഞ്ഞ് ഏതായാലും ചായ കുടിച്ചുകൊണ്ട് നേരെ നമുക്ക് നേരെ ദിഗുവ ഷോപ്പിൽ പോവാട്ടോ. ഷോപ്പിൽ ചെന്നപ്പോഴാണ് നമ്മളെ മുദീർ നല്ല വെട്ടി മുണങ്ങുന്നുണ്ട്. കുബൂസും മൂപ്പരെ ഇലയൊക്കെ കൂട്ടി, എന്താ പറയാ, എല്ലാം പാടെ കൂട്ടി എനിക്ക് തന്നു. ഈ കഴിച്ചു പറഞ്ഞു. അപ്പൊ ഏതായാലും വേറെ ഒന്നും കിട്ടിയില്ലല്ലോ, അപ്പൊ കുബൂസും പാടെ, വേറെ പച്ചവെള്ളമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്നപ്പോഴാണ് ഒരാൾ ഹദിയ എന്നിട്ടൊരു ഫുഡ്, എന്താന്നറിയില്ല, ഒരു ഇന്ത്യക്കാരൻ ഫുഡ് നല്ല അടിപൊളി ഫുഡാ തോന്നുന്നുണ്ട്, ലഞ്ച് ഫുഡ്. അപ്പൊ അത് പൊട്ടിപ്പൊളിച്ച് നോക്കിയോ, ഇപ്പൊ സംഭവം എന്താന്നറിയോ, നല്ല റൈസാട്ടോ, അടിപൊളി റൈസാട്ടോ. തുറക്കുമ്പോ മനസ്സിലാവും നിങ്ങക്ക്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഫുഡ് കണ്ടിട്ടില്ല. ഒരു ബോംബെക്കാരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ബോംബെയിലുള്ള ആൾക്കാരാണ്, ഇന്ത്യക്കാരൻ, നമ്മളെ ഇന്ത്യക്കാരൻ തന്നെയാണ്. അല്ല എന്താ പറയാ, റൈസൊക്കെ ഉണ്ടോ, നമ്മളെ ഗ്രീൻ കടലല്ലേ അതൊക്കെ ഇട്ട്, മീന് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ച മീൻ കേട്ടോ, അടിപൊളിന്ന്. എന്തായാലും അല്ല മസാല കണ്ടാല് എന്താ പറയാ, കഷ്ണം മീൻ ഏതാ മീൻ എനിക്കറിയില്ല എന്തായാലും. അപ്പൊ എന്താ പറയാ, രാവിലെ കിട്ടീന്ന് ഉച്ചക്ക് കിട്ടീന്ന് പറയല്ലേ, അതേപോലെ ആയിട്ടോ, നല്ല അടിപൊളി മീനും ചോറും. അപ്പൊ നമ്മളെ താഴത്തെ ഒരു ചങ്ങായി വന്നിന്ന് ഫോൺ വിളിച്ചിട്ടുണ്ട്, ഷോപ്പിൽ തന്നെ കേട്ടാ. അപ്പൊ അവനെയും കൂടി കൂട്ടി. ഫുഡ് കിട്ടുമ്പോ വേറെ ആളും കൂടി കൂട്ടുമ്പോ നമുക്ക് സന്തോഷല്ലേ. അപ്പൊ വാജി പറഞ്ഞപ്പോ ഓനെ നിർബന്ധിച്ചപ്പോ ഓൻ വന്നു. അപ്പൊ ലേസം ഓനും കഴിച്ചിട്ട് നേരെ ഓനൊരു സമയമായി പറഞ്ഞപ്പോ ഓന് താഴത്തേക്ക് ഓടിട്ടോ. അപ്പൊ ഫുഡ് അടിപൊളി എന്ന് പറഞ്ഞു ഓനും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടോ, നല്ല എന്താ പറയാ, അടിപൊളി ഫുഡ് ആയതുകൊണ്ട് വിശപ്പ് ഏകദേശമൊക്കെ അടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞ മേലൊക്കെ എന്നപ്പോണ്ട് നമ്മളാള് കുറച്ച് മുട്ടായി തന്നിക്കണു. ഷോപ്പത്തെ, അതിന്റെ ഇപ്പുറത്തെ ഷോപ്പത്തെ, എന്താന്നറിയില്ല, എന്താ ചോദിച്ചപ്പോ വെറുതെ ഇജ്ജ് എടുത്തു പറഞ്ഞാണ്ട് തന്നതാണ്. ഷോപ്പ് ഞാൻ കാണിച്ചു തരാട്ടാ, ഈ കാണുന്ന ഷോപ്പാണ്, നമ്മളെ നേരെ കൗണ്ടറിന്റെ മുമ്പിൽ അയാള് മുട്ടായി, നല്ല അടിപൊളി മുട്ടായി, നമ്മൾ എന്താ പറയാ, ബദാമൊക്കെ ഇട്ടുള്ള മുട്ടായി കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ്ട് നേരെ നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി കേട്ടോ. ഇതിപ്പോ ഉച്ചക്കൊന്നല്ല കഴിക്കണം കേട്ടോ, സംഭവം കുറെ ടൈം ആയിക്കണം, 3 മണി, കാരണം ഇത്രയും ഫുഡ് കഴിച്ച് വിശക്കണ്ടപ്പോ ഇതൊക്കെ. അത് കഴിഞ്ഞ് 3 കണി ചെന്നപ്പോണ്ട് ഫുഡ് ക്യാൻറ്റീനൊക്കെ പോയിട്ടോ. ക്യാൻറ്റീനിൽ അടിപൊളി ചിക്കൻ ബിരിയാണി. ഇന്നിപ്പോ ചിക്കൻ ബിരിയാണി ആവണ്ടല്ലോ, ചിക്കൻ പൊരിച്ചതും റൈസ് ആവണ്ടാണ്. ഇന്നിപ്പോ എന്താ ചിക്കൻ ബിരിയാണിയോ. ചിക്കന്റെ മസാല ഒരു രക്ഷയില്ല മക്കളെ. പിന്നെ നമ്മള് മുളകും ഉണ്ടായിരുന്നു, ഒരു പപ്പടത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അച്ചാറും ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൂട്ടി മസാല ചിക്കൻ നന്നായിട്ട് വെന്ത് ഇതായിക്കണം. ഏകദേശം എല്ലാവരൊക്കെ ഫുഡ് കഴിച്ച് പോയിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിക്കനും ബാക്കിയുണ്ട് തോന്നാണ്ട്, ചിക്കൻ കണ്ടമാനം ഇട്ട് നിൽക്കണം. അതൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുമ്പോ ഒരു കട്ടൻ ചായക്ക് പൂതിട്ടാ. അടിപൊളി കട്ടൻ ചായ കിട്ടിയാലോ എന്ന് കരുതി. അപ്പൊ കട്ടൻ ചായ ഇടാനുള്ള പരിപാടി തന്നെട്ടോ. അപ്പൊ കെറ്റലുണ്ട് അവിടെ അടുത്ത് തന്നെ. അപ്പൊ കട്ടൻ ചായ ഇട്ടപ്പോ വേറൊരുത്തൻ വന്നു. അപ്പൊ അവനും കൂടി വേണം വെച്ചു. അവൻ പറഞ്ഞു, ഇന്നൊരു കട്ടൻ ചായ കിട്ടും. ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചു പറയുമ്പോ രസമല്ലേ. അതിന്റെ ബിരിയാണിന്റെ കൂടെ കട്ടൻ ചായ കുടിച്ചണം, അതാണ് രസം. പക്ഷെ നമുക്ക് രണ്ട് കജില്ലല്ലോ, ആരെങ്കിലും കട്ടൻ ചായ ഇട്ടരിന്ന് പറയാപ്പോ ആരും ഇല്ലല്ലോ, നമ്മളെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താ, ക്യാൻറ്റീനത്തിൽ കട്ടൻ ചായ ഒന്നും ഇട്ടല്ല, നമ്മൾ തന്നെ ഇട്ടാണ്ട് അവിടെ കെറ്റലുണ്ട്, ചായപ്പൊടി ഉണ്ട്, പഞ്ചസാരയുണ്ട്, ചായ ഉണ്ടാക്കി കുടിച്ചോളി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഓനും ചായ നമുക്ക് വെച്ചിട്ടാ. ബിരിയാണി കഴിഞ്ഞിട്ട് സോഡ കുടിച്ചാലും കട്ടൻ ചായ ഒന്ന് കുടിച്ചു നോക്കൊണ്ട്, വെറൈറ്റി ആണ്, അടിപൊളി. നാരങ്ങ പിഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിച്ചുമ്പോ അത് അതിലേറെ രസാട്ടാ, നല്ല അടിപൊളി രസമാണ്. അപ്പൊ കട്ടൻ ചായ ഇളക്കി കുടിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ വിശേഷങ്ങള്, നമ്മളെ വയനാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച്. ഇപ്പൊ വയനാടെന്നല്ല, നമ്മളെ മലപ്പുറംകാരൻ തന്നെ കേട്ടോ ഇബന്. അപ്പൊ എന്താ പറയാ, ഒരുപാട് മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരും പ്രാർത്ഥിക്കൊണ്ട് ഏതായാലും. അപ്പൊ
ഇതൊക്കെ കഴിഞ്ഞതാ കട്ടൻ ചായ നല്ല ചൂടായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടാക്കിയാണ്ട് എല്ലാം അടുപ്പത്ത് വെച്ച മേനിയെന്ന്. ഇതൊക്കെ ഷോപ്പിൽ ചെന്നപ്പോ ഉണ്ടെന്ന് ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പാർട്ടി പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ പാർട്ടി ഉണ്ടാക്കും. കേക്കൊക്കെ മുറിച്ച് എല്ലാവരുടെയും ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കുക. ഇതുണ്ട് നമ്മളെ ഓരോ സൂപ്പർവൈസർ, മാനേജർ. ഇത് നമ്മളെ മാനേജർ കേട്ടോ. ഈ കേക്ക് മുറിച്ച മാനേജർ അല്ല, ക്യാഷ് ഇൻചാർജറാണ്. അപ്പൊ നമ്മളീ വിളിച്ചു നമ്മള് താഴത്ത് കേക്കിന്റെ മണം അടിച്ചു വന്നപ്പോ നമ്മളും ചെന്ന് ചെയ്തായിരുന്നു. പിന്നെന്താ ഒരാള് അടിപൊളി ഐറ്റംസ്, ഞാൻ ഇതുവരെ കഴിക്കാത്ത സാധനം. കുബൂസിൽ എന്തൊക്കെ കുബൂസ് പൊരിച്ചെടുത്ത് അതിക്ക് എന്തൊക്കെ മസാല ഇട്ടാണ്ട് തന്നിട്ടുണ്ട്. അയാളാട് തന്നപ്പോ ഞാനൊന്ന് വെറൈറ്റി അല്ലേ ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല കേട്ടോ. അപ്പൊ ബിരിയാണിന്റെ ദമ്മ് പോവാൻ നമ്മളൊരു സെവനപ്പ് വാങ്ങിട്ടോ. ബിരിയാണിന്റെ ദമ്മ് അപ്പത്തേനും പോയിട്ടുണ്ടായില്ല. അപ്പൊ ബിരിയാണിന്റെ ദമ്മ് പോവാൻ വേണ്ടി ഒരു സെവനപ്പ് അടിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോ പറഞ്ഞു നമുക്ക് നടന്നു പോകാലെന്ന്. അപ്പൊ നമ്മളെ യൂണിഫോം ഒക്കെ ഒരു കജ്ജി പിടിച്ചാണ്ട് ബസ്സൊക്കെ ഒന്ന് ഒഴിവാക്കി കുവൈത്ത് കാണാലോ എന്നുള്ള പൂതിക്ക് ഞാനും വേറൊരുത്തനും രണ്ടാളും ഞങ്ങൾ മൂന്നാളും പാടെ ഇങ്ങനെ നടന്നിട്ടോ റൂമുക്ക്. നടന്നതാ ഇതിന്റെ താഴത്തിന്റെ വലിയൊരു വണ്ടി, റെന്റ് കാർ അതുകൊണ്ട് ഇത്രയും പോന്ന വണ്ടി ദുബായിലെ കാണുന്ന ഇതേപോലത്തെ അങ്ങനത്തെ വണ്ടികളെ. അപ്പൊ രാത്രി ആവുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ടേത്, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അപ്പൊ ഇത് പാലാട്ടോ, നേരെ റോഡ് ക്രോസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പാലം. ഇത് നമ്മൾ രണ്ടാളും അനീസാണ്, മറ്റവന്റെ പേരെന്താന്ന് എനിക്ക് കിട്ടണില്ല. അപ്പൊ ഇങ്ങനെ നടന്നേതല്ലോ കുവൈത്തിന് പകല് ഫുള്ളായിട്ട് നടന്ന് കാണണം. ചൂടത്താകുമ്പോ എന്താ പറയുക, കാണാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പുറത്തിറങ്ങാൻ. പിന്നെ ലീവും വളരെ കുറവല്ല, ഹാഫ് ഡേ ലീവല്ലേ കിട്ടുള്ളൂ. രാത്രിയെങ്കിൽ രാത്രി കൂരിട്ടിൽ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ നടന്നിട്ട് കുറെ സ്ഥലങ്ങള് നമ്മളെ തമിഴ്നാട് പോലെ കുറെ സ്ഥലങ്ങളുണ്ട്, ഉള്ളേരിയ പോലെ. ആ ഉള്ളേരിയ കൂടെ നടക്കണ്ടോ. ആകെ എന്താ പറയാ, നമ്മളെ കൊട്ടേഷൻ ടീം പോണ വല്ല സ്ഥലങ്ങളുണ്ട്, സിനിമയിലൊക്കെ കാണൂലേ, അത്തിരി ഇടുക്കി പിടിച്ച സ്ഥലത്തിലൂടെ കടന്നു പോട്ടോ. അപ്പൊ നേരെ ക്യാമ്പിലെത്തിട്ടോ. ക്യാമ്പിലെത്തിയപ്പോ പിന്നെ ക്യാൻറ്റീൻ പോയിണ്ട് ഫുഡ് കഴിച്ച എന്തെങ്കിലും കഴിക്കണ്ടേ, രാത്രി പട്ടിണി നടക്കാൻ പറ്റൂലല്ലോ. ക്യാൻറ്റീൻ ചെന്നപ്പോ കടലക്കറി, ഗ്രീൻ പീസ് കറി, അപ്പം പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു, മുളകും ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് കറി നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ബിരിയാണി ഇതൊക്കെ കഴിച്ചിരുന്നല്ലോ വലിയ വിഷമമുണ്ടായിരുന്നു. നടന്നാണ്ടെങ്കിലും ദഹിക്കോലെന്ന് നടന്നു. പക്ഷെ നടന്ന് ദഹിക്കില്ല. പിന്നെ രാത്രി കിടക്കുമ്പോ പട്ടിണി കിടക്കണ്ടല്ലോ, വെറുതെ തിന്നാ കിടക്കണ്ടല്ലോ ഇതിൽ. അപ്പം കുറച്ച് കടലക്കറി പിന്നെ നമ്മളെ മുളകും പാടെ കൂട്ടി കഴിച്ചിട്ടാ. ഒരു എരിയും പുളിയും കിട്ടണല്ലോ അത് കഴിക്കുമ്പോ. അപ്പൊ എന്താ പറയാ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ എത്തിയപ്പോ ലോഡ് അലക്കാന്, അതുകൂട്ട് യൂണിഫോം, ട്രൗസർ, ടീഷർട്ട് ഇതൊക്കെ അലക്കണം. ഞാൻ തന്നെ അലക്കണ്ടേ. അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഒരു മടിയാണ്. ഇതൊക്കെ പാടെ കൂട്ടി മതി. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് പറയാട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കുന്നോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കും സപ്പോർട്ട് ചെയ്യുക. വയനാട് അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി സഹായിക്കട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരെ ഓക്കെ ബൈ. എല്ലാരും സേഫ് ആയിരിക്കുക. ഓക്കെ, എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാണ്. അടുത്ത വീഡിയോ കാണാം. റൂമൊക്കെ എത്തിയിട്ട റൂമാണ് കൂരി